നമസ്കാരം. കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ നിന്നൊരു വാർത്തയുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ സുന്ദരിമാർ ഒളിച്ചോടുന്നുവെന്ന്. അതായത് പാക് എയർലൈൻസിലെ സുന്ദരിമാരായ എയർ ഹോസ്റ്റസുമാർ ട്രിപ്പിനിടെ ഒളിച്ചോടുന്നു എന്നതായിരുന്നു വാർത്ത. ഇത് ഏറെ ശ്രദ്ധ നേടിയ ഒരു വാർത്ത കൂടിയായിരുന്നു. പാകിസ്ഥാനിലെ സുന്ദരിമാരായ എയർ ഹോസ്റ്റസുമാർ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് പാകിസ്ഥാനിലേക്ക് വരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അവർ ട്രിപ്പിനിടയിൽ ഒളിച്ചോടുക പതിവായിരുന്നു. എന്തുകൊണ്ടാണ് ഈ സുന്ദരിമാർ താല്പര്യപ്പെട്ടില്ലെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒന്നേയുള്ളൂ. അത് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മയും പട്ടിണിയും രൂക്ഷമാണ്. പാകിസ്ഥാൻ ഇന്ന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ആകാശമുട്ടെ ഉയരുന്ന പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ നട്ടെല്ലാവേണ്ട അഭ്യസ്ത വിദ്യരായ യുവാക്കളും പ്രൊഫഷണലുകളും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി കൂട്ടമായി വിദേശങ്ങളിലേക്ക് കുടിയേറുകയാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IT വിദഗ്ധർ തുടങ്ങിയ 10,000-കണക്കിന് പേരാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ വിട്ടത്. രാജ്യത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ ഈ മസ്തിഷ്ക ചോർച്ച പാകിസ്ഥാന്റെ ഭാവി ഇരുട്ടിലാക്കുന്നതാണ്. വിദേശത്ത് നിന്നുള്ള വരുമാനത്തിൽ കണ്ണുവെച്ച് സർക്കാർ ഈ നീക്കങ്ങളെ താൽക്കാലികമായി ആശ്വാസത്തോടെ കാണുന്നുണ്ടെങ്കിലും സ്വന്തം രാജ്യത്തെ സേവിക്കാൻ പ്രതിഭകളില്ലാത്ത അവസ്ഥ പാകിസ്ഥാനെ ഒരു വൻ തകർച്ചയിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വർഷത്തിനിടെ പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്തത് ആയിരക്കണക്കിന് ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാണ്. കൂടാതെ അക്കൗണ്ടന്റുകൾ, മറ്റു പ്രമുഖ തൊഴിൽ സ്ഥാപനത്തിലുള്ളവർ എന്നിവർ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രതിഭാ പലായനം അടുത്ത കാലത്ത് വർദ്ധിച്ചതായി വ്യക്തമാക്കുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ അസ്ഥിരതയും വർദ്ധിക്കുന്നതിനിടെയാണ് മറ്റു രാജ്യങ്ങളിലേക്കുള്ള പാക് പൗരന്മാരുടെ കുടിയേറ്റത്തിൽ വർധനവുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 കൊല്ലത്തിനിടെ 5000 ഡോക്ടർമാരും 11,000 എഞ്ചിനീയർമാരും 13,000 അക്കൗണ്ടന്റ്മാരും പാകിസ്ഥാൻ വിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കൂട്ടം പലായനത്തെ ബ്രെയിൻ ഗെയിൻ എന്ന് വിശേഷിപ്പിച്ച പാക് സൈനിക മേധാവി അസീം മുനീർ വൻതോതിലുള്ള പരിഹാസവും വിമർശനവുമാണ് ഇപ്പോൾ നേരിടുന്നത്. അസീം മുനീർ പാകിസ്ഥാനിലെ ശക്തനായ ഏറ്റവും വലിയ പട്ടാള മേധാവിയാണ്. സമ്പദ് വ്യവസ്ഥ നന്നാക്കാൻ രാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ശരിയാക്കുകയാണ് ആവശ്യമെന്ന് പാകിസ്ഥാനിലെ ജനം തന്നെ പറയുന്നുണ്ട്. 2024-ൽ 7,27,381 പാകിസ്ഥാനികൾ വിദേശ തൊഴിലിനായി രജിസ്റ്റർ ചെയ്തു. ഈ വർഷം നവംബർ വരെ 6,87,246 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗൾഫിൽ വേതനം തേടുന്ന തൊഴിലാളികളിലേക്കോ വിദേശത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന തൊഴിലന്വേഷകരിലേക്കോ ഈ പലായനം ഒതുങ്ങുന്നതല്ല. ആരോഗ്യ മേഖലയിലാണ് ഏറ്റവും അധികം പലായനം ഉള്ളത്. 2011-നും 2024-നും ഇടയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള നഴ്സുമാരുടെ കുടിയേറ്റത്തിൽ വൻ വർധനമാണുള്ളത്. ഈ പ്രവണത ഇക്കൊല്ലവും തുടരുന്നുണ്ട്. വൈറ്റ് കോളർ പ്രൊഫഷണലുകളുടെ പലായനം വർദ്ധിച്ചതോടെ ഷഹബാസ് ഷെരീഫ് സർക്കാർ വിമാനത്താവളങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. 2025-ൽ പാക് വിമാനത്താവളങ്ങളിൽ 66,154 യാത്രക്കാരാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോയത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് ഇരട്ടിയാണ്. അതേസമയം ഭിക്ഷാടനത്തിനും നിയമവിരുദ്ധ കുടിയേറ്റത്തിനുമായി 10,000-കണക്കിന് പാകിസ്ഥാനികളെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനിലെ ജനം ജീവനും കൊണ്ട് ഒളിച്ചോടുകയാണ്. രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത്. അതേസമയം വിദേശ കുടിയേറ്റത്തെ ബ്രെയിൻ ഡ്രെയിൻ എന്നതിനു പകരം ബ്രെയിൻ ഗെയിൻ എന്ന് വിശേഷിപ്പിച്ച അസീം മുനീറിന്റെ പരാമർശം സമൂഹ മാധ്യമ ഉപഭോക്താക്കളുടെ വലിയ പ്രതിഷേധത്തിനും പരിഹാസത്തിനും വിധേയമാവുകയാണ്. US-ൽ പ്രവാസികളെ അഭിസംബോധന ചെയ്തുള്ള ഒരു പ്രസംഗത്തിനിടയിലാണ് അസീം മുനീർ ഈ പരാമർശം നടത്തിയത്. മാനസിക നില തകരാറുള്ള ഒരാളുടെ അഭിപ്രായത്തിൽ ഇതൊരു ബ്രെയിൻ ഗെയിൻ ആണെന്ന് തോന്നുമെന്നാണ് X-ൽ ഒരാളുടെ പോസ്റ്റിലുള്ളത്. നിരവധി പേരാണ് അസീം മുനീറിനെ പരിഹസിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. പാകിസ്ഥാൻ നേരിടുന്ന ഈ പ്രതിഭാ പലായനം വെറുമൊരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, മറിച്ച് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വലിയൊരു വിപത്താണ്. പാകിസ്ഥാനിലെ സുന്ദരിമാരായ എയർ ഹോസ്റ്റസ്മാർ മുതൽ ഉന്നത പ്രൊഫഷണലുകൾ വരെ സ്വന്തം നാട് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസ തകർച്ചയാണ്. ഈ വൻതോതിലുള്ള ബൗദ്ധിക ചോർച്ചയെ ബ്രെയിൻ ഗെയിൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണാധികാരികളുടെ മനോഭാവം യഥാർത്ഥബോധം ഇല്ലാത്തതും ജനങ്ങളെ പരിഹസിക്കുന്നതുമാണ്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും നഴ്സുമാരും ഇല്ലാത്തൊരു സമൂഹം സേവന മേഖലകളിൽ വലിയ തകർച്ച നേരിടേണ്ടി വരും. രാഷ്ട്രീയ അസ്ഥിരതയും ദാരിദ്ര്യവും നീക്കി ജനങ്ങൾക്ക് സുരക്ഷിത ബോധം നൽകാൻ സാധിച്ചില്ലെങ്കിൽ പ്രതിഭകളില്ലാത്ത പാപ്പരായ ഒരു രാജ്യമായി പാകിസ്ഥാൻ ചരിത്രത്തിൽ ഒതുങ്ങിപ്പോകും. ഈ പ്രതിസന്ധി ഭരണകൂടത്തിന് നൽകുന്ന അവസാന മുന്നറിയിപ്പ് കൂടിയാണിത്. അതെ, ചുരുക്കത്തിൽ പാകിസ്ഥാനിലെ ജനം ജീവനും കൊണ്ട് ഓടുകയാണ് ജീവിക്കാനായി. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.